ഓട്ടോ ടാക്സി നിരക്ക് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്ത് വ്യാഴാഴ്ച മുതൽ ആരംഭിച്ച അനിശ്ചിതകാല പണിമുടക്ക് പൂർണ്ണമാണ്. വെള്ളിയാഴ്ച രാവിലെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് അതുവഴി എത്തിയ ടാക്സി തടയാൻ ശ്രമിച്ച സമരാനുകൂലികൾക്ക് നേരെ പോലീസ് ലാത്തിവീശി. നമ്മൾക്ക് പൊതുജനങ്ങളോടായാലും നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടായാലും ഒരു ഉത്തരവാദിത്തമുണ്ട്. ഗവൺമെന്റിനോടായാലും നമ്മൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളും കടമകളും നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മൾ അങ്ങേയറ്റം വരെ അത് ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ സമരം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഇന്ന് തീരുമാനിച്ചത്. പക്ഷേ ഈ അനിശ്ചിതകാല പണിമുടക്ക് ഏത് രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നതിനെ കുറിച്ചായിരിക്കും കോഴിക്കോട് വെച്ച് യോഗം ചേർപ്പ് തീരുമാനിക്കുന്നത്. ആ തീരുമാനത്തിലും കഴിഞ്ഞ കാലങ്ങളിൽ ഗവൺമെന്റിന് മുമ്പാകെ വെച്ച ഡിമാൻഡ് അംഗീകരിക്കാൻ ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയും അതുപോലെ മുഖ്യമന്ത്രിയും അടക്കം തയ്യാറായാൽ മാത്രമേ ഈ സമരം അവസാനിപ്പിക്കുകയുള്ളൂ. അതല്ല എങ്കിൽ നാളെ മുതൽ ഈ സമരം വ്യാപകമാക്കാനും സമരത്തിന്റെ ഗതി മാറ്റിക്കൊണ്ടുള്ള ഈ സമരത്തെ വിജയത്തിലെത്തിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോവേണ്ടി വന്നാലും അവിടം വരെ പോകാനുള്ള തീരുമാനമായിരിക്കും എടുക്കുന്നത്. അതിന് നമ്മളെ സഹായിക്കാൻ, ഈ മേഖലയിൽ ഇപ്പോൾ നടത്തുന്ന സമരത്തെ സഹായിക്കാൻ മോട്ടോർ വ്യവസായ മേഖലയിൽ ജോലി ചെയ്യുന്ന മുഴുവൻ തൊഴിലാളികളുടെയും സഹകരണം നമ്മൾക്ക് ആവശ്യമുണ്ട്. ഒരു പ്രവർത്തകന് കാലിന് പരിക്കേറ്റു. ചിതറിയോടുന്നതിനിടയിൽ ഏതാനും പേർക്ക് നിസ്സാര പരിക്കേറ്റു. STU പ്രവർത്തകനും ഓട്ടോ ഡ്രൈവറുമായ ആനബാഗിലുവിലെ അഷ്റഫിനാണ് പരിക്കേറ്റത്. സീതാങ്കോളിയിലെ HILലേക്ക് ജീവനക്കാരെയും കൊണ്ടുപോവുകയായിരുന്ന ടാക്സിയാണ് സമരാനുകൂലികൾ തടഞ്ഞത്. ഇതിനിടയിൽ ഏതാനും ടാക്സികളെയും ഓട്ടോകളെയും പ്രവർത്തകർ തടഞ്ഞിരുന്നു. വിവരമറിഞ്ഞ് ടൗൺ SI AV ദിനേശിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും കൂട്ടാക്കിയില്ല. ഇതിനിടയിലാണ് ലാത്തി വീശിയത്. മണിക്കൂറുകളോളം പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘർഷാവസ്ഥയുണ്ടായി. ലാത്തി വീശിയതിൽ പ്രതിഷേധിച്ച് പ്രവർത്തകർ നഗരത്തിൽ പ്രകടനം നടത്തി. കോർഡിനേഷൻ കമ്മിറ്റി നേതാക്കളായ ഷെരീഫ് കൊടവഞ്ചി, A കേശവ, ഗിരികൃഷ്ണൻ, മണികണ്ഠൻ ചെട്ടുംകുഴി, മുഹമ്മദ് അലി മഞ്ചത്തടുക്ക, പുരുഷോത്തമൻ, ഖലീൽ പടിഞ്ഞാർ, ഹസൈനാർ താനിയത്ത്, കരീം എന്നിവർ നേതൃത്വം നൽകി. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. പ്രകടനത്തിൽ SIക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് മുദ്രാവാക്യമുയർന്നത്. നഗരത്തിൽ അങ്ങിങ്ങ് ഓട്ടോ ടാക്സി തൊഴിലാളികളും പോലീസും കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്.